അതുകൊണ്ട് എനിക്ക് വേറെ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചെറിയ ഹോം ടൂർ കാണിക്കാനാണ്. ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കുറേ ആയി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഞാൻ ഇടയ്ക്കൊരു ലൈവ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ നടക്കുവാണെന്ന്. ഭയങ്കര പണിയൊന്നുമല്ല, ചെറിയ രീതിയിൽ ഉള്ള പണിയാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹോം ടൂർ കാണിക്കാനാണ്. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഹോം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പണിയെന്ന് പറയുമ്പം അകത്ത് മാത്രം പണി ആയുള്ളൂ, പുറത്തൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം അകത്തുള്ളതാണ്. ഞാനിപ്പം ഒരു റൂം തേച്ച് ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പണിയൊക്കെ തീരുമ്പോൾ എങ്ങനെയാണ് പഴയ വീഡിയോ ഇരുന്നത് ആ ഒരു ലുക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്, അല്ലാതെ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ അല്ല. പിന്നെ ഞാൻ കരുതി അത് ഹോം ടൂറായിട്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂൻ അലക്സാൻഡ്ര. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് വശം. റോഡിൽ നിന്ന് കുറച്ച് പൊക്കത്തായിട്ടാണ് വീടിരിക്കുന്നത്. വീടിൻ്റെ എൻട്രി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ വീട്ടിലോട്ട് കയറുന്നത്. സൈഡിന്, അതായത് വീടിൻ്റെ സൈഡിനായിട്ട് ഒരു ചെറിയ വണ്ടിക്കട ഇരിപ്പുണ്ട്. പണ്ട് അമ്മയ്ക്ക് കച്ചവടം ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെയാണ് ചെറിയൊരു വണ്ടിക്കട ഇരിപ്പുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പം വേറെ കച്ചവടമൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ കട കാലിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ്. ഈ സൈഡിന് ടാർപ്പ കാണുന്നില്ലേ, അവിടെ ആയിട്ടാണ് കട വരുന്നത്. അപ്പം ഞാൻ എന്തായാലും കട കാണിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് കയറാം. ആകെ അലങ്കോലമായി കിടക്കുകയാണ് കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഈ ഭാഗത്തൊന്നും പണി ആയിട്ടില്ല. അകത്തൊരു റൂമിൽ മാത്രമേ ഇപ്പം പണി, അതായത് അകത്തൊരു റൂം മാത്രമേ ഇപ്പം തേച്ചിട്ടുള്ളൂ. ബാക്കി ഇതാ അവിടെ അകത്തെ റൂമിൽ സിമൻ്റ് ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ ഹാളിൽ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചെടി നിൽപ്പുണ്ട്. പിന്നെ ഈ ഇരിക്കുന്നതാണ് എൻ്റെ 2 വീലർ. അപ്പോൾ എല്ലാം അലങ്കോലമായി കിടക്കുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ ബാത്റൂം വരുന്നത്. അപ്പോൾ ഈ സൈഡിനൊക്കെ പണിക്കാരുടെ സാധനങ്ങളും ഒക്കെ വെച്ചേക്കുവാണ്. ഇവിടെ ഈ ഭിത്തിയൊക്കെ നനയും കേട്ടോ, മഴ പെയ്യുമ്പോഴത്തേക്ക് നനവിൻ്റെതാ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സിറ്റ് ഔട്ട് സെപ്പറേറ്റ് പിന്നെ വെച്ചതാണ് കേട്ടോ. വീട് വെച്ച സമയത്തുള്ള
സിറ്റ് ഔട്ടല്ല, അത് പിന്നെ വെച്ചതാണ്. ഇതാണ് സൈഡ് വശം വരുന്നത്. നമ്മുടെ ഇവിടെ ആയിട്ട് കാണുന്നത് അവിടെ കിച്ചൺ ഭാഗമാണ്. നമുക്കിവിടെ നേരെ ഇനി നമുക്ക് അകത്തേക്ക് കയറാം, വീടിൻ്റെ അകത്തോട്ട് കയറാം. ഇവിടെ എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമായിരിക്കും. ഞാൻ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസുകളും ഞാൻ ഹാളിൽ വെച്ചാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ മറ്റേ ഡാൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഹാളിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് പഴയ വീടായിരുന്നപ്പോൾ മറ്റേ സൈഡ് വാർപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സിറ്റ് ഔട്ട് വയ്ക്കാൻ നേരത്തെ ഞങ്ങൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അതിൻ്റെ അവിടെ കാണണ്ടേ. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. ഇതാണ് താഴെ റബ്ബറും തോട്ടമുണ്ട്, അതിൻ്റെ താഴെ ഒരു വീടുണ്ട്. അത് ഈ കാണുന്ന സൈഡിലൂടെ അവർ പോകുന്ന അവരുടെ വഴി, താഴത്തെ വീട്ടിൽ പോലുള്ള വഴി. നമുക്കപ്പോൾ വീട്ടിലോട്ട് കയറാം. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇവിടെ ഞാൻ ഒട്ടുമിക്ക വീഡിയോസും ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിങ്ങനെ അലങ്കോലമായി കിടക്കുന്നത്. ഇവിടെ ആയിട്ടാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട്, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഞാൻ അവിടെയാണ് സെറ്റ് ചെയ്തത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡ് ഒരു റൂമുണ്ട്. ആ റൂമിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇത് കിച്ചണിൽ കയറുന്നതിന് മുമ്പേ ഉള്ളൊരു റൂമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ ഈ റൂമൊക്കെ തേക്കാനുണ്ട്. വെട്ടുകല്ലും ചെളി, അതായത് മറ്റേ ചാന്തിന് പകരം മണ്ണ് കുഴച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ നിന്ന് നേരെ കയറുന്നത് കിച്ചണിലോട്ടാണ്. കിച്ചണിൽ ഇതവിടെ അടുപ്പ്, ഇവിടെ ഗ്യാസ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു അമ്മിക്കല്ല് വെച്ചിട്ടുണ്ട്, പഴയ അരകല്ല് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ചെന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞാൻ അല്ലാതെ ഒന്നും റെഡി ആക്കിയിട്ട് ചെയ്തതല്ല. അത് മുകളിൽ എന്തൊക്കെ പാത്രങ്ങളൊക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ആ ഭാഗം തേക്കാനുണ്ട്. പിന്നെ കിച്ചണിൻ്റെ ഈ സൈഡിനായിട്ടൊരു റൂമുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൻ്റെ ഈ സൈഡിന് ചോർച്ചയുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ കാണിച്ചു തരുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ ഈ റൂമിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ സൈഡിന് മുകളിൽ ഈ സൈഡിനായിട്ട് ചോർച്ചയുണ്ട്. വെള്ളം, അതായത് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോർച്ചയുണ്ട്. അതിനാണ് ഈ സൈഡിന് ഞങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ പറക്കി വയ്ക്കും. മഴയുടെ സമയമാകുമ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ പറക്കി വയ്ക്കും. ഇവിടെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലും എന്തൊക്കെ സാധനങ്ങൾ പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഈ റൂമിനകത്തോട്ട് വെച്ചേക്കുവാണ്. കണ്ടോ, ചെളിയും മറ്റേ വെട്ടുകല്ലുമാണ് വെച്ചേക്കുന്നത്. ഭിത്തിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാക്കി സാധനങ്ങൾ ഇവിടെ കുറച്ച് ഞങ്ങൾ, അതായത് മറ്റേ സിറ്റ് ഔട്ട് കെട്ടുന്ന സമയത്ത് കുറച്ച് പാറപ്പൊടി ഇറക്കിയിട്ടുണ്ട്. അത് ഈ സൈഡിന് ഈ റൂമിൽ വാരി ഇട്ടേക്കുവാണ് കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ പറക്കി വെച്ചിരിക്കുന്നു. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഈ റൂമിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ തറയൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തറയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. തറയൊന്നും ഇട്ടിട്ടില്ല, ആകെ മറ്റേ കോൺക്രീറ്റ് ചെയ്തിട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഈ റൂമിൻ്റെ സൈഡിനായിട്ട് ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. അത് വെട്ടമില്ലാത്തതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് കേട്ടോ. ഇവിടെയും ഇതുപോലൊരു അലമാര വരുന്നുണ്ട്. അതിനകത്ത് സാധനങ്ങളൊക്കെ പറക്കി വെച്ചേക്കുവാണ്. പിന്നെ ഇതിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഹാളിലാണ്. ഹാളിൽ ഇവിടേക്ക് സിമൻറ്റും സാധനങ്ങളൊക്കെ ഈ റൂമിനകത്താണ് ഞാൻ കിടക്കുന്ന റൂം. എൻ്റെ റൂം ഇതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഈ റൂമും ഹാളും മാത്രമേ തേച്ചിട്ടുള്ളൂ. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇവിടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അതിനകത്തോട്ട് ഞാൻ കയറുന്നില്ല. അതിനകത്ത് ഫുള്ള് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണ്.
ഇവിടേക്ക് ചോർച്ചയുണ്ട് കേട്ടോ. മഴ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് നനഞ്ഞ് ആകെ. അപ്പം നമ്മുടെ ഈ പഴയ വെട്ടുകല്ലും ചെളിയൊക്കെ വെച്ചതായതുകൊണ്ട് ഈ ഭിത്തിയൊക്കെ നനയുമ്പോഴേ ഒരു ടെൻഷനാണ് കേട്ടോ. ഇവിടെ വിളക്ക് എത്തിക്കുന്ന സ്ഥലം, നമ്മുടെ പൂജാമുറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അകത്തൊരു റൂമിൽ അമ്മ വെള്ളം തേച്ച റൂമിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാൻ പറ്റും. നോക്കട്ടെ, അതിനകത്ത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. ഇവിടെയാണ് ഞാൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തത് കേട്ടോ. അവിടെ ഒരു ആശ പോലെ ഒരെണ്ണം കെട്ടിയിരിക്കുന്നില്ലായിരുന്നു. നോക്കട്ടെ, ഇത് അകത്ത് കുറ്റിയിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. വിളിക്കുന്നുണ്ടെങ്കിൽ നോക്കട്ടെ, തുറന്നെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ അതിനെ കാണിച്ചു തരാം. ഇതിനകത്തിപ്പോൾ അമ്മ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഈ ഒരു സൈഡ് മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഫുള്ള് തേച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനലിൻ്റെ അവിടെയൊക്കെ കുറച്ചുകൂടി തേക്കാനുണ്ട്. പിന്നെ ഇവിടെ സ്വിച്ച് വരുന്നിടത്ത് തേക്കാനുണ്ട്, ഫിനിഷ് ആവാനുണ്ട്. അവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം, അതിൻ്റെയാണ് ഈ നനവ് കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി പുറത്തോട്ട് പോവാം. ഇത്ര വിശേഷങ്ങളേ ഉള്ളൂ വീട്ടിൻ്റെ അകം കാഴ്ച. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വീട്. ഇനി പണി കഴിഞ്ഞതിന് ശേഷം ഫിനിഷായതിന് ശേഷം ഏകദേശം ഫിനിഷിംഗ് ഒക്കെ ആയതിന് ശേഷം ഞാൻ ഒരു വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും. ഓക്കെ, ബാക്കി പണികളൊക്കെ തീർന്നതിന് ശേഷം ഒന്നും കൂടി ഞാൻ ഫിനിഷായതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും. അപ്പം ഈ പണിയെല്ലാം തീർന്നതിന് ശേഷം ബാക്കി നമ്മളെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പണി നടക്കുന്നത് കൊണ്ടാണ് എനിക്ക് അതിനുള്ളൊരു സ്പേസ് കിട്ടാത്തത് കൊണ്ടാണ് ലേറ്റ് ആവുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ, ബൈ ബൈ, സീ യു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.